അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 അപ്പാ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം യേശു വന്നത് നമ്മളെ രക്ഷിക്കാനാണ്, പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനാണെന്നറിയാം. ക്രൂശിലെ മരണത്തിലൂടെ എനിക്ക് സാധ്യമായതാണ് എൻ്റെ രക്ഷയെന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് യേശു എന്നെ രക്ഷിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ മാറ്റത്തെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാനായി കഴിയുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും നാളും കേട്ടത് ക്രൂശിലെ മരണത്തിലൂടെ കർത്താവിനെ രക്ഷിച്ചു എന്ന്, യേശുവിൽ വിശ്വസിച്ചപ്പോൾ അതെൻ്റെ ലൈഫിൽ വന്നു എന്നാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കും. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒന്നാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Turn to one more scriptures from John chapter 10 verse 10. നമുക്ക് ഒരു വചനത്തിലും കൂടെ പോകാം. യോഹന്നാൻ സുവിശേഷം 10-ാം വാക്യത്തിൽ. Thieves come only in order to steal and kill and destroy. I come that they may enjoy life and have it in abundance. മോഷ്ടിപ്പാനോ അറപ്പാനും മുടിപ്പാനോ അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. Jesus was saying and teaching to the disciples. Jesus was here to give life to the people. ശിഷ്യന്മാർക്ക് വേണ്ടി ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജീവൻ കൊടുക്കാനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന്. There is any connection with Matthew chapter 1:21 and John chapter 1, John chapter 10:10? മത്തായി സുവിശേഷത്തിലും യോഹന്നാൻ 10:10 തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? Jesus was here to save the sinner. യേശു ഈ ഭൂമിയിൽ വന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. How he is going to save? അങ്ങനെയാണ് അവൻ രക്ഷിക്കാൻ പോകുന്നത്. How he is going to save? എങ്ങനെയാണ് അവൻ രക്ഷിക്കാൻ പോകുന്നത്? It is written in John chapter 10:10. അത് 10:10 അത് യോഹന്നാൻ 10:10 അത് പറയുന്നു. He is ready to give his life to us. Through the life of God, he is going to change our sinful nature to godly nature. അവൻ രക്ഷിക്കാൻ പോകുന്ന യോഹന്നാൻ 10:10 പറയുന്ന അവന്റെ ജീവിതം നമുക്ക് തന്നിട്ട് ആ ജീവനിലൂടെയാണ് നമ്മളെ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത്. Listen to me very carefully. എന്നെ വളരെ വ്യക്തതയോടെ ശ്രദ്ധിച്ചാട്ടെ. When you believe in Jesus, what is happening? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? His God supplanted to your life to his life. That's the way he saved you. Amen. ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ടാണ് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ഇടയാകുന്നത്. It's a wonderful understanding. When you believe Jesus, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ God gave his life യേശു തന്റെ ജീവൻ എടുത്തിട്ട് to your life, നിന്റെ ജീവിതത്തിലാക്കി വെച്ച്, or he supplanted his life to your life, അല്ലെങ്കിൽ അവന്റെ ജീവൻ നിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട്, so that's the way he saved you. Amen. ആ നിന്റെ ജീവിതത്തിലാക്കി വെച്ചിട്ടാണ് അവൻ നിന്നെ രക്ഷിക്കാൻ ഇടയാകുന്നത്. In another words, we can say, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, without his life, അവന്റെ ജീവിതം കൂടാതെ no one can save. ആർക്കും രക്ഷിക്കപ്പെടാനായി സാധിക്കത്തില്ല. Come on. Without his help, no one can save. അവന്റെ സഹായം കൂടാതെ ആരും രക്ഷിക്കപ്പെടാനായി സാധിക്കത്തില്ല. I'm going to give some statements. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്.
These are the statements shock my spiritual life. ഈ ചില ചിന്താഗതികളാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു ഷോക്ക് ഉണ്ടാക്കിയത്, ഞെട്ടൽ ഉണ്ടാക്കിയത്. I'm not going to share all the deep understandings about what I receive from God. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോൾ പറയാനായി പോകുന്നില്ല. Listen to me carefully. എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ. When the life of God come into your life, ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, that day ആ ദിവസം you recognize നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു you are a new creation. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെന്ന്. In another word we can say, വേറൊരു ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാം, when you are connected to the life of God, നിങ്ങൾ ദൈവജീവനുമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോൾ, that day you will see I am a new creation. നിങ്ങൾ അന്ന് കാണാനായി പോകുന്നത് ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന്. This is a deep word. അതൊരു വലിയ ആഴമുള്ള ഭാഷയാണ്. Are you following me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? When you connected to the life of God, നിങ്ങൾ ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധത്തിലാകുമ്പോൾ, or until or unless you can't understand, you can't recognize you are a new creation. ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെന്ന്. You can understand in your head knowledge, you can understand intellectually, നിങ്ങൾക്ക് തലയിലോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ നിങ്ങൾക്ക് മനസ്സിലാകും ആ കാര്യങ്ങൾ. if you want to know and full of aware about the new creation, you have to connect with the life of God. നിങ്ങൾ പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യവും അതുമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധത്തിലേക്ക് വരുവാൻ ഇടയാക്കണം. One more statement I am going to give you. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. When you connected with the life of God, നിങ്ങൾ ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോൾ, listen to me, എന്നെ ശ്രദ്ധിച്ചാട്ടെ, that day you will begin a supernatural life. അന്ന് മുതൽ നിങ്ങൾ ഒരു അസാധാരണമായ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കപ്പെടുവാൻ ഇടയാകുകയാണ്. The Christian life is a supernatural life. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അസാധാരണമായ ഒരു ജീവിതമാണ്. Christian life is a supernatural life. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അസാധാരണമായ ജീവിതമാണ്. Most of the Christians know that. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അത് അറിയത്തില്ല. But they don't know how it is. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അത് അറിയാം, പക്ഷെ എങ്ങനെയാണ് അത് നടക്കുക എന്ന് പലർക്കും അറിയത്തില്ല. It is so simple. When you connected to the life of God, the life started to flow through you. That is become a miracle to you. That has become a supernatural life to you. അത് വളരെ സിമ്പിൾ ആണ്. എപ്പോഴാണോ നിങ്ങൾ ആ ദൈവിക ജീവനുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആവും, ബന്ധത്തിൽ വരുന്നത്, ആ ബന്ധത്തിലാകുന്ന സമയത്ത് അതിൽ നിങ്ങൾ ക്രിയ ചെയ്യാനായി തുടങ്ങും, അതിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളും വിടുതലുകളും കൊണ്ടുവരാനായി തുടങ്ങും. Can you confess with me? എന്നോട് ഏറ്റു പറഞ്ഞാട്ടെ. When I connected with the supernatural life of God, ഞാൻ ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോൾ, that moment onwards I walk in the supernatural. ആ നിമിഷം മുതൽ ഞാൻ അസാധാരണമായ ജീവിതത്തിൽ നടക്കാനായി തുടങ്ങും. Equation for the supernatural life. സൂപ്പർനാച്ചുറൽ അല്ലെങ്കിൽ അസാധാരണമായ ജീവിതത്തിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, it is so simple. അതൊരു വളരെ connected to the life of God. അത് വളരെ നിസ്സാരമാണ്. ദൈവത്തിന്റെ ജീവനുമായിട്ട് ഒന്ന് ബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. Come on, just give a clap of thanks to the Lord. Come on, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. come on. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Can you please stand up once again? നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? And can you confess with me? എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയാമോ? When I connected to this life of God, ഞാൻ ദൈവത്തിന്റെ ജീവനുമായിട്ട് ബന്ധത്തിലേക്ക് from വരുമ്പോൾ, that moment, ആ നിമിഷം മുതൽ I can sense the supernatural. അപ്പോൾ മുതൽ എനിക്ക് അസാധാരണമായ ജീവിതത്തിലേക്ക് എനിക്ക് കടക്കാനായി സാധിക്കും. Miracles are the outworking of the life of God. അസാധാരണമായ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അസാധാരണമായ ആ ജീവിതത്തിന്റെ പുറമേയുള്ള പ്രകടനം മാത്രമാണ്. Another word we can, the miracles are the manifestation of the life of God. ദൈവത്തിന്റെ ജീവൻ ഉണ്ടെന്നുള്ളതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. If you want to get into a miracle, നിങ്ങൾക്ക് അത്ഭുതങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ stir up your life. നിങ്ങളുടെ ആ ഉള്ളിലായിരിക്കുന്ന ദൈവിക ജീവനെ ഒന്ന് സ്റ്റെയർ അപ്പ് ചെയ്താൽ മതി. It will manifest through you. Amen. നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ Come on, ഇടയാകും. jump and say hallelujah. Hallelujah. Say to your neighbor, miracles are normal. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞത് അത്ഭുതങ്ങൾ സാധാരണമാണ്. Can you say hallelujah? നിങ്ങൾക്ക് hallelujah പറയാമോ? Some people are thinking, how can I connect with the life of God? ചിലർ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ദൈവിക ബന്ധമായിട്ട് ബന്ധത്തിലേക്ക് വരിക? Wait, I will share you.
നിങ്ങൾ സമാധാനമായിട്ടിരുന്നിട്ട് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാൻ പോകുകയാണ്. But you have to know the priority and seriousness learning about the life of God. നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ദൈവിക ജീവനെ കുറിച്ചുള്ള പ്രയോറിറ്റി, അതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്ന് അത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. Can I say a very big mystery to you? ഞാനൊരു വലിയ കാര്യം നിങ്ങളോട് പറയാൻ ഇടയാകട്ടെ. I'm going to read a scripture that you know very well and from the Sunday school. നിങ്ങൾ സൺഡേ സ്കൂൾ മുതൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു വാക്യം ഞാൻ നിങ്ങൾ വായിക്കാനായി For പോകുന്നു. God so loved and deeply praised the word that he gave his only begotten son, so that whoever believes and trust in him shall not perish but have eternal life. തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുകയും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. This word we know from the Sunday school. നമ്മൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ നമ്മുടെ ചെറുപ്പകാലം മുതൽ ഈ വാക്യം നമുക്കറിയാം. What is it written? അതിന്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? God loved this world, that's why he gave his begotten son. അവൻ തന്റെ പുത്രനെ അയച്ചത്, ഏകജാതനെ പുത്രനെ അയച്ചത് ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. Those who believe him, അവനിൽ വിശ്വസിക്കുന്നവന് they will not perish. അവൻ നശിച്ചു പോകത്തില്ല. They'll receive the eternal life. അവൻ നിത്യജീവൻ പ്രാപിക്കാനിടയാകും. Listen. Why God sent Jesus here? എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് അയച്ചത്? Most of the people know save the sinners. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പലർക്കും അറിയാം. But look at here. എന്നാൽ ഇവിടെ നോക്കിയാട്ടെ, God sent him because to give his life to this world. ഇവിടെ പറയുന്ന ഒരു കാര്യം, യേശുവിനെ ഭൂമിയിൽ അയച്ചത് അവന്റെ ജീവൻ നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്. Can you say hallelujah? He loved this world. അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. That's why he sent his son. അതുകൊണ്ടാണ് അവന്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചത്. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? So those who are believe in him, അവനിൽ വിശ്വസിക്കുന്നവൻ, that moment they receive the eternal life. That means life of God. ആ നിമിഷം അവൻ നിത്യജീവൻ പ്രാപിക്കുവാനിടയായി. In other word, ഇന്ന് വേറെ ഭാഷയിൽ, God loved this world. യേശു ഈ ഭൂമിയെ, ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചു. That's why he sent son to this world. അതുകൊണ്ട് അവൻ അവന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. Those who believe his son, ആരാണോ അവന്റെ മകനിൽ they receive the life of God. അവരിൽ മകനിൽ വിശ്വസിക്കുന്നത് നിത്യജീവൻ കിട്ടുവാനിടയാകാം. എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവം ഇവിടെ അയച്ചത് പാപികളെ രക്ഷിക്കാനാണോ? ആണെന്നേ. രോഗികളെ സൗഖ്യമാക്കാനാണെന്നോ? ആണെന്നേ. പക്ഷേ യേശുവിനെ ഈ ലോകത്തിൽ അയച്ചത് അവന്റെ ജീവൻ നിനക്ക് തരാൻ വേണ്ടിയാണ്. God knows those who receive his life, from that day onwards no one can destroy him. ദൈവത്തിനറിയാം ആരാണോ ആ ജീവൻ ഒന്ന് പ്രാപിക്കാൻ ഇടയാകുന്നത്, ആ പ്രാപിക്കുന്നവനെ ആർക്കും ഒന്ന് തകർക്കുവാനായി പറ്റത്തില്ല. There is no memory loss from that day. ആ ദിവസം മുതൽ നിന്റെ മെമ്മറിക്ക് ഒരു ദോഷം വരത്തില്ല. There is no heart problem from that day. ആ ദിവസം മുതൽ നിന്റെ ഹാർട്ടിന് ഒരു പ്രശ്നം ഉണ്ടാകില്ല. There is no diabetic related problem from that day. ആ ദിവസം മുതൽ നിനക്ക് ഡയബറ്റിക് പരമായ ഒരു പ്രശ്നം No ഉണ്ടാകില്ല. one can destroy you. No one can destroy you. ഒരു കാര്യത്തിനും നിന്നെ തകർക്കുവാനായി സാധിക്കത്തില്ല. Can you say hallelujah? നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാമോ? Once again, hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. God sent his son to give the life to you, to live a life of God here in this world. ദൈവം തന്റെ പുത്രനെ അയച്ചത് ദൈവിക ജീവൻ നിനക്ക് പകർന്നിട്ട് ദൈവിക ജീവനുമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പുത്രനെ ഈ ഭൂമിയിൽ അയക്കാൻ ഇടയായത്. Now you are saying, Pastor, I am struggling in this life. നമ്മൾ പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നു I am struggling in emotionally. ഞാൻ ഇമോഷണൽ ആയിട്ട് ബുദ്ധിമുട്ടുന്നു എന്നാണ്. Brother, I tell you one thing. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. When you receive the life of God, നിങ്ങൾ ആ ദൈവിക ജീവൻ പ്രാപിക്കുന്ന from സമയത്ത്, that day, ആ നിമിഷം മുതൽ you can live a godly life. നിങ്ങൾക്ക് ആ നിമിഷം മുതൽ ദൈവിക ജീവിതം ജീവിക്കാനായി സാധിക്കും. Because your life is not working in you, God life is working in you. Amen. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിന്റെ ജീവനല്ല നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഇടയാകുന്നത്, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവിക ജീവനാണ്. Just imagine. ഒന്ന് സങ്കല്പിച്ചാട്ടെ. She received my heart. സിസ്റ്റർ ആണെങ്കിൽ ബ്രദറിന്റെ ഹാർട്ട് റിസീവ് ചെയ്തിരിക്കുന്നു. So imagine that.
നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ബ്രദറിന്റെ ഹാർട്ട് സിസ്റ്റർ സ്വീകരിച്ചിരിക്കുന്നു. So my heart is working in her. സിസ്റ്ററിന്റെ ഉള്ളിലാണ് ഇപ്പൊ ബ്രദറിന്റെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. The same way, അതേപോലെ God's life ദൈവത്തിന്റെ ജീവൻ working in you. നിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. Come on, church, give a clap offering to the കരങ്ങൾ Lord. അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. The life of God is working in you. ദൈവത്തിന്റെ ജീവൻ നിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. When you know the life of God is working in you, that day you know you are a new creation, controlled by the life of God. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ദൈവിക ജീവൻ നിങ്ങളിൽ വസിക്കുന്നു എന്നൊരു ബോധ്യം നിങ്ങളിൽ വരുന്നത്, ആ നിമിഷം മുതൽ ദൈവിക ജീവനാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. Hallelujah. Hallelujah. When you know the life of God is in you, that day onwards you recognize, I am a new creation. All life is gone. All nature is gone. All limitation is gone. I am a godly person. എപ്പോഴാണോ നീ ഒന്ന് തിരിച്ചറിയുന്ന ദൈവിക ജീവനാണ് എന്റെ ഉള്ളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നോ, ആ സമയത്ത് നിന്റെ പഴയ ജീവിതം പൂർണ്ണമായി നിന്നിൽ നിന്ന് മാറിപ്പോയിട്ട് നിനക്കൊരു പുതിയ ജീവൻ നിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അത് ദൈവിക ജീവനാണ്. പഴയത് പൂർണ്ണമായി നിന്നിൽ നിന്ന് മാറിപ്പോയി. So when you know the life of God is in you, നിങ്ങളെ എപ്പോഴാണോ ദൈവത്തിന്റെ ജീവൻ നിന്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്നത്, how can you say I am limited? പിന്നെ എങ്ങനെ പറയാനായി സാധിക്കും ഞാൻ പരിധിയുള്ളവനാണെന്ന്? My limit becomes God's limit. ഇപ്പോൾ എന്റെ പരിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിധിയാണ്. Because God life is in me now. കാരണം ദൈവത്തിന്റെ ജീവനാണ് എന്റെ ഉള്ളിലുള്ളത്. Oh! ഹല്ലേലൂയ. Oh, God loves so this world. That's why He gave His Son to us. ദൈവം ഈ ലോകത്തെ വളരെയധികം സ്നേഹിച്ചു. അതുകൊണ്ടാണ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. He gave His Son അവൻ തന്റെ പുത്രനെ നൽകി and gave His life too. അവന്റെ ജീവനും നൽകി. Now I have life. എനിക്കിപ്പോ ആ ജീവനുണ്ട്. Can I share a little deeper? ഞാൻ കുറച്ചും കൂടെ ആഴത്തിലേക്ക് നിങ്ങളോട് പറയട്ടെ. I don't want to share to this all to all the people, those who live, those who are believers, ministers. Listen to me. എനിക്ക് എല്ലാവരോടും ഇത് പറയണമെന്നില്ല, പക്ഷേ ശുശ്രൂഷകരായിരിക്കുന്നവർ, വളരാൻ ആഗ്രഹിക്കുന്നവർ എന്നെ ശ്രദ്ധിച്ചാട്ടെ. Nearly 30 years I am live a Christian life. ഞാൻ 30 വർഷമായിട്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നുണ്ട്. I know life of God is in me. എനിക്കറിയാം ദൈവ ജീവൻ എന്റെ I'm ഉള്ളിലുണ്ട്. sure about I am a new creation. ഞാൻ ഒരു പുതിയൊരു സൃഷ്ടിയാണെന്ന് എനിക്കറിയാം. But 2 weeks before I repent. പക്ഷേ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വീണ്ടും മാനസാന്തരപ്പെടുവാൻ ഇടയായി. Why I might repent, you know? എന്തിനാണ് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് അറിയാമോ? I realized this truth. ഞാൻ ഈ സത്യം മനസ്സിലാക്കി. When I started to believe in Christ Jesus, ഞാൻ എപ്പോഴാണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയായത്? God's desire is this. ദൈവത്തിന്റെ ആഗ്രഹം ഇതായിരുന്നു. From that day onwards, ആ ദിവസം മുതൽ my life എന്റെ ജീവൻ must control എന്റെ ജീവൻ by the നിയന്ത്രിക്കുന്നത്, life of God. ആ ദിവസം മുതൽ എന്റെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ജീവനാണ്. പിതാവാം ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിയപ്പോൾ അവൻ തൻ്റെ പുത്രനെ നൽകി, അതോടൊപ്പം തന്നെ അവൻ്റെ ജീവനെയും എനിക്ക് നൽകുവാനിടയായി. ആ ജീവൻ എൻ്റെ ഉള്ളിൽ വച്ചിട്ടാണ് അവൻ എന്നെ സകലത്തിൽ നിന്നും രക്ഷിക്കാനിടയായത്. ആ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആരാണോ യേശുവിനെ സ്വീകരിച്ച് അവരുടെ ഉള്ളിലെല്ലാം ആ ജീവൻ വസിക്കുന്നുണ്ട്. ആ ജീവൻ എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം ഒരു തിന്മയ്ക്കും എന്നെ അടിമപ്പെടുത്താൻ കഴിയത്തില്ല, ഒരു ശത്രുവിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല, ഒരു ശക്തികൾക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ആ ജീവൻ സകലത്തെയും ജയിച്ചു വാഴുന്നതാണ്. ആ ജീവനാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, സീരിയൽ നമ്പർ 119. സിസ്റ്ററിന്റെ പേര് ജിൻസി എന്നാണ്. കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ പഴയ ബിലീവറാണ്. ഓക്കേ, പറ. കഴിഞ്ഞ മാസം അഞ്ചലിൽ നടന്ന മിറക്കൽ സൺഡേയില് ബ്രദർസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 9 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമായ ഒരു സാക്ഷ്യമായിട്ടാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. സിസ്റ്ററിന് കഴിഞ്ഞ 9 വർഷമായിട്ട് നട്ടലിന് L4 L5 കംപ്ലൈൻ്റ് ആയിരുന്നു. അതിനെ തുടർന്ന് കാലിലേക്കുള്ള രക്തയോട്ടം വളരെ കുറവായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ജോലിയും ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. അന്ന് ചർച്ചിൽ കടന്നു വന്നത് തന്നെ വളരെയധികം ഭാരത്തോടെയായിരുന്നു. വളരെയധികം വേദന സഹിച്ചായിരുന്നു അന്ന് ചർച്ചിൽ കടന്നു വന്നത്.
എന്നാൽ ബ്രദർ അന്ന് സിസ്റ്ററിനെ വിളിച്ച് ദൂത് പറഞ്ഞു, ഇതുപോലെ L4 L5 കംപ്ലൈൻ്റ് ഉണ്ട്, കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ബ്രദർ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് ഈ സിസ്റ്ററിനെ സൗഖ്യമാക്കി. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, വേദന പൂർണ്ണമായി മാറി എന്നാണ് പറയുന്നത്. ജിൻസി എന്നാ പറയാ, നട്ടിലെന്ത് സംഭവിച്ചു? ശേഷം നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ 2016 തൊട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ L4 L5 പ്രോബ്ലം ആണ്. അപ്പോൾ എനിക്ക് ഇടത്തെ കാല് പെട്ടെന്ന് മരവിപ്പും കാര്യങ്ങളുമായിരുന്നു. അന്ന് ഞാൻ അഞ്ജലി വന്ന സമയത്ത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണോ പ്രെയറിന് പോകണോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോൺ താരൂബറിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അഞ്ചലിലായിരുന്നു അന്ന്. എനിക്കറിയാം പാസ്റ്റ് പ്രാർത്ഥിച്ച കാര്യം പണ്ട് ഞാൻ പറയുന്നു, ജോൺ ബ്രദർ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നട്ടലിന് പ്രോബ്ലം ഉണ്ട് എന്ന്. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചപ്പം ബ്രദർ എന്നോട് പറഞ്ഞത് മാറിയിട്ടില്ല എന്ന്. അപ്പം അന്ന് തൊട്ടേ എൻ്റെ വിശ്വാസമായിരിക്കാം ഞാൻ പറയാം, ജോൺ ബ്രദർ ഇനി എന്ന് പ്രാർത്ഥിക്കുമോ അന്ന് സൗഖ്യമാവും എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. എനിക്ക് ഇത് വിദേശത്തേക്കാണ്ട് പോകുന്നു പറയുന്നത്, ജർമ്മനിക്ക് പോകാനിരിക്കും. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചായിട്ട് ജർമ്മനി പോവാണെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ആ വഴികളൊക്കെ തുറന്നാട്ടെ. താങ്ക് യു. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ പേര് ബിന്ദു എന്നാണ്. സിസ്റ്റർ വരുന്നത് നരുവാമൂട് എന്ന സ്ഥലത്തു നിന്നാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വചനം പറയുന്നത് പോലെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ വിശ്വസിച്ചപ്പോൾ ഉണ്ടായ ഒരു കൂട്ടം സാക്ഷ്യങ്ങളാണ് ഇന്ന് സിസ്റ്റർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ വരാൻ തുടങ്ങി 7 വർഷമായി. അപ്പം കടഭാരത്തോടെയാണ് ചർച്ചിൽ കടന്നു വന്നത്. ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കടഭാരം മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം, 1 വർഷത്തോളമായി സിസ്റ്ററിന് കടുത്ത വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. മാർച്ചിൽ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സിസ്റ്റർ ബ്രദറിനോട് പറഞ്ഞു, ഇനി ഞാൻ ഓപ്പറേഷന് പോകത്തില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നീട് സിസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. കഴിഞ്ഞ ആഴ്ച വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ്. സന്തോഷത്തോടെ കൈയടി കൊടുത്ത കർത്താവേ, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ സിസ്റ്ററിന് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. ഒന്ന് നല്ല ആമേൻ പറയാൻ കർത്താവിന് ഒരു നല്ല വാക്ക് സ്തോത്രം ചെയ്യാം. താങ്ക് യു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് സിസ്റ്ററിന്റെ മകൾക്കുണ്ടായതാണ്. മകളുടെ കല്യാണം ഒരുപാട് നാളായിട്ട് തടസ്സപ്പെട്ട് ആയിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നടത്തുമെന്ന് വീട്ടുകാർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു നന്നായി നടക്കുമെന്ന്. മറ്റുള്ളവർ നോക്കി കാണുന്ന വിധത്തിൽ അതിശയകരമായി അത് നടന്നുവെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്രദറെ, സിസ്റ്ററിന്റെ പേര് മഹേശ്വരി എന്നാണ്. ബാലരാമപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകന് പുകവലി ശീലമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സിസ്റ്ററിന് വളരെ ഭാരമായിരുന്നു. സിസ്റ്റർ ഇത് ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകന്റെ പുകവലി ശീലവും അനാവശ്യമായ കൂട്ടുകെട്ടുകളും മാറിപ്പോയി എന്നാണ്. സിസ്റ്ററിന്റെ മകൻ സ്ഥിരമായി ജോലിക്ക് പോകില്ലായിരുന്നു. സിസ്റ്റർ എല്ലാ സൺഡേസും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ ഇപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോകുമെന്ന്. മറ്റൊരു സാക്ഷ്യം, സിസ്റ്ററിന് ജോലി ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ സെന്റ് ജോസഫ് മീറ്റിംഗിൽ ചർച്ച് ലീഡേഴ്സിനോട് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് സിസ്റ്ററിന് സ്ഥിരമായി ബാങ്കിൽ ജോലി ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയാം. അവൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഓരോ അത്ഭുതങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് കേട്ട ദൈവവചനം നമ്മളോട് എന്താ സംസാരിച്ചത്? ആ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ കർത്താവ് വെച്ചതിന് കാരണം എന്താണ്? ആ ജീവൻ സകലത്തെയും ജയിക്കുവാൻ തക്കോണം കഴിവുള്ളതാണ്. ഈ ലോകത്തിലായിരിക്കുന്ന സകലത്തെയും ഓവർകം ചെയ്യാൻ തക്കോണം ബലമുള്ളതാണ്. ദൈവത്തിൻ്റെ തന്നെ ജീവനാണ് അവൻ എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നത്. ആ ജീവൻ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിന് നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമോ? അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എനിക്കൊരു പൊടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട് കാണാം. ആ കുഞ്ഞ് കുറച്ച് ജനിച്ചപ്പോൾ മാസം തികയാതെയോ അല്ലെങ്കിൽ വെയിറ്റ് തീരെ കുറവായിട്ടോ ആണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതേ തുടർന്ന് ചില പ്രയാസങ്ങളുണ്ട്. ആ കുഞ്ഞിന് പ്രായത്തിനൊത്ത അല്ലെങ്കിൽ മാസത്തിനൊത്ത വെയിറ്റില്ല, വലിപ്പമില്ല. അതിന് ശരിയായ വിധത്തിൽ അത് കഴിക്കേണ്ട ആഹാരം അതിന് കഴിക്കാൻ കഴിയുന്നില്ല. ചില പ്രയാസത്തോടെയാണ് ആയിരിക്കുന്നത്.
എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ദേഹത്തോട്ട് കൈവച്ചാട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ആ കുഞ്ഞ് കർത്താവെ ഇതുവരെ കണ്ട രൂപത്തിൽ നിന്നും മാറട്ടെ അപ്പാ. അതിൻ്റെ ആരോഗ്യസ്ഥിതി മാറട്ടെ, അതിനെ കാണുവാനുള്ള കാഴ്ച മാറട്ടെ അപ്പാ. കർത്താവെ അതിൻ്റെ രൂപം തന്നെ മാറട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് കൊടുത്ത ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലോ റൂഷേക്കൊലോ ദരേക്കറോ. അതേപോലെ തന്നെ എനിക്കൊരു വീട് കാണാം. ആ വീടിൻ്റെ മതിൽ വളരെ പൊക്കം കുറഞ്ഞതാണ്. എന്നാൽ അതിലടിച്ചിരിക്കുന്ന പെയിൻറ്റ് ഒരു ബ്രൗൺ മെറൂൺ പോലത്തെ കളറും ഒരു ക്രീം പോലത്തെ കളറുമാണ്. ആ വീട്ടിലായിരിക്കുന്ന ചില വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് ഈ വീടിനെ രക്ഷിക്കുന്നത് കാണാം. കർത്താവ് ആ വീടിനെ വിടുവിക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പോൾ തലമുറകളോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് കർത്താവ് ആ കുടുംബത്തെ രക്ഷിക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നോർത്ത് നന്ദി അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.